മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇന്നലെ രാത്രി നടന്ന സംഭവത്തെക്കുറിച്ച് ജിസയിൽ ഷാനവാസിനോട് പറയുകയാണ്. ഷാനവാസ് ഒന്നും അറിയാത്തതുപോലെ അത് കേട്ടിരിപ്പുണ്ട്. കാരണം രാവിലെ ആദില ഇന്നലെ രാത്രി നടന്ന എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ ഷാനവാസിനോട് പറഞ്ഞതാണ്. അക്ബറിനെതിരെ ജിസയിലും ആര്യനും തിരിഞ്ഞതും അവർക്ക് ഒനീലിനെയാണ് വിശ്വാസം എന്നുമൊക്കെ ആദില വ്യക്തമായി ഷാനവാസിനോട് പറഞ്ഞതാണ്. പിന്നെ ഷാനവാസ് അറിയാത്ത കാര്യങ്ങളും ജിസയിൽ ഇപ്പോൾ പറയുന്നുണ്ട്. എന്നാൽ ഷാനവാസിൻ്റെ അഭിനയം കണ്ടാൽ ഷാനവാസ് ഒന്നും അറിഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് എല്ലാം അറിയുന്നത് എന്ന രീതിക്കാണ് ഷാനവാസ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഷാനവാസിൻ്റെ മെസ്സഞ്ചറാണ് ഇപ്പോൾ ആദില. ഷാനവാസിന് ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, പ്രത്യേകിച്ച് രാത്രി നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ന്യൂസ് കൊടുക്കുന്നത് ആദിലയാണ്. എന്തായാലും ജിസയിൽ ഷാനവാസിനോട് പറയുന്നത്, ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ആദിലയും ഒനിയിലും ആര്യനൊക്കെ ഇരുന്ന് സംസാരിച്ചു. അക്ബർ എന്നെ വിളിച്ചുകൊണ്ട് പോയി, അക്ബറും സംസാരിച്ചു. അക്ബർ പറയുന്നത് ഒനിയിൽ ഈ ടോപ്പിക് എടുത്തിടാൻ സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത സമയത്ത് ഈ ടോപ്പിക് എന്തിനാണ് എടുത്തിടുന്നത്, നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് എന്നോട് പറഞ്ഞു എന്ന്. എന്നിട്ട് ഇതേ അക്ബർ ഒനീലിനോടും പോയി പറഞ്ഞു നമുക്ക് പ്രശ്നമുണ്ടാക്കണം, അതായത് ആര്യനോടും ജിസേലിനോടും ഈ ടോപ്പിക്ക് എടുത്തിട്ട് പ്രശ്നമുണ്ടാക്കണമെന്ന്. ഇത് കേട്ടതും ഉടനെ ഞെട്ടിത്തെറിച്ച് ഷാനവാസ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അക്ബർ ഇപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തല്ലേ നിൽക്കുന്നത്? ഒനീൽ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തല്ലേ അപ്പോൾ അക്ബർ നിൽക്കുന്നത്? അവനപ്പോൾ ഇത് എന്താ വേണ്ടത്, അവൻ എന്താ വേണ്ടത്? അപ്പോൾ ജിസേൽ പറയുന്നത്, അക്ബർ ഞങ്ങൾക്ക് സപ്പോർട്ടല്ല, അക്ബറിനിപ്പോൾ വേണ്ടത് ബഹളം വെക്കണം. ഇത് ഫാമിലി വീക്ക് അല്ലേ, അപ്പോൾ അക്ബറിന് ടോപ്പിക്കൊന്നും കിട്ടിയില്ല. ആക്റ്റീവാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ടോപ്പിക്ക് എടുത്തിട്ടത്. അപ്പോഴാണ് ഷാനവാസ് പറയുന്നത്, കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എത്ര അനുഭവിച്ചത് അവൻ്റെ കയ്യിൽ നിന്നും. അവൻ കഴുകനാണ്, ശവന്തീനിയാണ്. ഇതൊക്കെ ഇന്ന് രാവിലെ ഷാനവാസ് ആദിലിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്തായാലും ആദ്യം കേൾക്കുന്നത് പോലെ കേട്ടിരിപ്പുണ്ട്. എന്തായാലും ഇവർ സംസാരിക്കുന്നത് ആര്യൻ കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ആര്യനും ജിസേലും ചെറിയ രീതിയിൽ ഉടക്കുന്നുണ്ട്. ആര്യൻ ചോദിക്കുന്നുണ്ട്, നീ ആര് വന്ന് ചോദിച്ചാലും ഈ കാര്യം എന്തിനാ പറയുന്നത്? ഇതിപ്പോൾ നീ തന്നെ ഈ ടോപ്പിക്ക് ഈ ഹൗസിനുള്ളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. നീ ആദ്യം ഇതൊരു ചർച്ചാ വിഷയമാക്കരുത്. മറ്റുള്ളവർക്ക് എന്തിനാ നമ്മൾ കണ്ടന്റ് കൊടുക്കുന്നത്? നീ ഷാനവാസിനോട് സംസാരിക്കുക, ഞാൻ പോയി ലക്ഷ്മിയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ആര്യൻ പോകുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഷാനവാസിനോട് ജിസേൽ സംസാരിക്കുന്നതിന് ആര്യന് പൊസസീവ്നെസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ജിസേൽ ഷാനവാസിനോട് ഇന്നലെ നടന്ന കാര്യങ്ങൾ സംസാരിച്ചത് ആര്യന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം വീണ്ടും വീണ്ടും ഇത് ചർച്ചാ വിഷയമാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടന്റായി പുറത്തു പോകുകയാണെന്ന് ആര്യന് നല്ല വ്യക്തമായ ധാരണയുണ്ട്. എന്തായാലും ഷാനവാസിൻ്റെ അഭിനയവും ജിസേലിൻ്റെ പരാതി പറച്ചിലെല്ലാമാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.